നമ്മുടെ ഉണക്കലരിയും കൂടി ഇട്ട് പായസം വെച്ചാണ്. ഇന്നലെ വെച്ചതാണ്. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. നല്ല ഉറഞ്ഞ് നല്ല തണുത്ത് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഇന്നലെ ഒരു സദ്യ കഴിച്ചത് കൊണ്ട് നമുക്ക് പായസം നന്നായിട്ട് കഴിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളിത് ഇന്ന് കഴിക്കാൻ പോവാണ്. ഞാൻ ഇങ്ങനെ ഇലയിലോട്ടിട്ട് ഈ പായസം ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ. പായസം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. ഇങ്ങനെ കുറുകിയിരിക്കും. ഇതേ ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കണം. നമ്മൾ വെള്ളക്കിട്ടതാണ്. ഇത്തരൊരു ശകലം ഇങ്ങനെ സൈഡിലോട്ട് വയ്ക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഈ മധുരം കൂടുമ്പോൾ ഒന്ന് തൊട്ട് നക്കാനായിട്ടാണ്. അപ്പം നമുക്ക് ആ മധുരത്തിൻ്റെ വലിയൊരു ഇത് ഫീല് വരത്തില്ല. അതുകൊണ്ട് ഇതും ഇങ്ങനെ ഇരുന്നോട്ടെ. ഈ 2 പപ്പടം കൂടി ഇങ്ങനെ അങ്ങോട്ട് വെക്കാം. നമുക്ക് കഴിക്കാം. അടിപൊളിയല്ലേ? അല്ലിപ്പൂവിൻ്റെ പഴമാണ്. ഇതുകൂടി ഇവിടെ കിടക്കട്ടെ. പഴം, പപ്പടം. ഇങ്ങനെ അങ്ങോട്ട് ഞെരടണം. ഇന്നലെ സദ്യ കഴിച്ചുകൊണ്ട് പായസം നന്നായിട്ട് കഴിക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത പായസം ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പം അടിപൊളി ഒരു ഫീലാണ്. ഇങ്ങനെ ഇളക്കണം. ഇളക്കിയിട്ട് പപ്പടവും പഴവും അരിപ്പായസവും എല്ലാം കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ അത് കഴിക്കാൻ പോവാണ്. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ തണുത്ത പായസവും പഴവും പപ്പടവും സൂപ്പറായിട്ടുണ്ട്. മധുരം ഭയങ്കര ഓവറാകുമ്പോൾ ഈ അച്ചാറില്ലേ, നാരങ്ങ അച്ചാർ, ഈ അച്ചാറിൽ ഇങ്ങനെ എടുക്കണം. എന്താ അപ്പോൾ അടിപൊളിയാണ്. നമുക്ക് ആ ഒരു ഇത് വരത്തില്ല, മടുപ്പ് വരത്തില്ല. പായസത്തിൻ്റെ കേടിന്നാണ് തീർത്തെ. ഇന്നലെ ഒരു ശകലം പോലും കഴിക്കാൻ പറ്റില്ല, മടുത്തു പോയി. ഇതെല്ലാം ഉണ്ടാക്കി വന്നിട്ട് കഴിക്കാൻ നമുക്ക് ആ ഒരു മൂഡ് കിട്ടത്തില്ല. അടിപൊളി.